ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, സെൽഫ് ചെക്കപ്പ്, ഹാൻഡിൽ കവറും ഫ്ലോർ കവറൊക്കെ മാറ്റനേഴ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വണ്ടി നമ്മൾ ഓടിച്ചോക്കി വർക്കിന് കയറ്റി. എൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ നമുക്ക് അത്യാവശ്യം ജർക്കിങ് ഒരു അടി പോലെ കാണിക്കുന്നുണ്ട്, ബുഷുകളൊക്കെ പോയി കിടന്നിട്ട്. പിന്നെ ബ്രേക്കൊന്നും ക്ലിയർ അല്ല. ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടിയ കംപ്ലയിൻസുകൾ അതൊക്കെയാണ്. പിന്നെ ഹാൻഡിലിന് ചെറിയൊരു ഇളക്കം കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് കാണിച്ച കംപ്ലയിൻറ്റുകൾ. നമ്മൾ ജനറൽ സർവീസിനായിട്ട് കയറ്റിയതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ ഒരു സർവീസ് കൂടി അഡ്ജസ്റ്റ് ചെയ്തിടാം. ബാക്കിലത്തെ ബ്രേക്ക് ക്യാമിനൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ട്, ചെറിയ ടൈറ്റല്ല, നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട്. അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. അതേപോലെ തന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്യുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് ലൈനർ നമുക്ക് ഈ പഴയ ലൈനറിന് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ നമ്മളതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഗിയർ ബോക്സിനകത്തുള്ള ഓയിലിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യണം. നല്ല ഓയിലാണ് ഗിയർ ബോക്സിലുള്ളത്. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയർ അത്യാവശ്യം നല്ല ടയറാണ്, പുതിയ ടയർ എടുക്കണേ, വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ പമ്പിൻ്റെ ഭാഗത്തും വേറെ പറയത്തൊക്കെ കംപ്ലയിൻസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്ക് വീലുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ അതിൻ്റെ ഈ ബാക്കിലത്തെ ഷോക്കിൻ്റെ ബുഷ് പോയി കിടക്കുന്നുണ്ട്. ബാക്ക് ഷോക്കിൻ്റെ ഇവിടുത്തെ ബുഷ് ചേഞ്ച് ചെയ്യണം. അത് കെട്ടറിച്ച് കിടന്ന് നമുക്ക് നല്ല അടി കാണിക്കണം ബാക്ക് സൈഡിൽ. അതേപോലെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ എയർ ഫിൽറ്ററൊക്കെ മാറ്റിയിട്ട് എനിക്കൊന്ന് കുറേ വർഷങ്ങളായിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രത്യക്ഷത്തിൽ ഈ ഇടയ്ക്കൊന്നും ചെയ്തേക്കാനായിട്ടൊന്നും കാണുന്നില്ല. എയർ ഫിൽറ്റർ നമുക്ക് മാറ്റിയിടാം. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ പ്ലഗ് മാറ്റി വിടണം. കാരണം എയർ ഫിൽറ്റർ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ പ്ലഗ് കയ്യിൽ കാർബൺ കൂടുതലുണ്ട്. കാരണം എയർ ഫിൽറ്റർ ബ്ലോക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കാർബറേറ്ററിനെ അഫക്റ്റ് ചെയ്യും. കാർബറേറ്ററിൽ നിന്ന് പെട്രോൾ കൂടുതൽ ഹെഡിലേക്ക് വരും. ആ ഹെഡിലേക്ക് വന്ന പെട്രോളിനെ ഫുള്ള് കത്തിക്കാനുള്ള ഇഗ്നിഷൻ നമുക്ക് സ്വാഭാവികമായിട്ടും പ്ലഗിന് കിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പൊല്യൂഷനായിട്ട് ഹെഡിൻ്റെ ഉള്ളിൽ കരി അവശേഷിക്കും. അതാണ് സംഭവം നിലവിൽ കേട്ടോ. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കാർബറേറ്റർ കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി വെക്കേണ്ടതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പ്ലഗും നമ്മൾ കൂട്ടത്തിൽ മാറ്റി വിടണം. ചോക്കിൻ്റെ കേബിളൊക്കെ ഇവിടെ ഓൾറെഡി ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് ഈ സൈഡൊക്കെ. അതേപോലെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നല്ല ടൈറ്റ് ആണിക്കുന്നത്. അപ്പോൾ ചോക്ക് കേബിളും ആക്സിലേറ്ററും കൂടി കൂട്ടത്തിൽ മാറ്റി വിടാം. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഇവിടെ നോക്കുമ്പോൾ ഈ ഓയിൽ മയത്തോട് കൂടി നിൽക്കുന്നത് ഇവിടുത്തെ ഈ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്തു വന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഗ്യാസ്കറ്റ് അഴിച്ച് ഗ്യാസ്കറ്റ് മാറ്റി ഹെഡ് കവറേജ് ഗ്യാസ്കറ്റ് മാറ്റിക്കളെ അതിൻ്റെ ഉള്ളിൽ ഈ ബോൾട്ടിൻ്റെ ഉള്ളിൽ രണ്ട് ഒലിച്ചിലുണ്ട്. ആ ഒലിച്ചിൽ മാറ്റി കഴിഞ്ഞാൽ ആ ലീക്കിൻ്റെ അവിടെ റെഡി ആയിക്കോളും. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് സൈഡ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ ബെൽറ്റ് കിടക്കുന്ന പുതിയ ബെൽറ്റാണ്. പക്ഷേ ഒറിജിനൽ ബെൽറ്റൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് നമുക്ക് കിടക്കുന്നത്. പക്ഷേ പുതിയ ബെൽറ്റാണ്. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഓരോ പാർട്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ റോളർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിക്കുന്ന സമയത്ത് നിലവിൽ ഇത് വലിയ പഴക്കം തോന്നുന്നില്ല. കാരണം അത്യാവശ്യം നല്ല വേരിയേറ്റർ ബോഡിയാണ്. ഈ ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ടൈറ്റ് അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ബാക്കിലത്തെ ക്ലച്ച് ഫുള്ള് നമ്മൾ അഴിച്ചിട്ടുണ്ടായി. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ വർക്കിംഗ് കറക്റ്റ് അല്ല. പിന്നുകളൊക്കെ നല്ല രീതിയിൽ തേമാനം കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ പിന്നുകളുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ചിട്ടുണ്ട്. അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും ഈ വീൽ ഓൾറെഡി കംപ്ലയിൻറ്റാണ്. അത് പിന്നെ വലിയ കുഴപ്പമില്ല. ഈ വീൽ കംപ്ലയിൻറ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ പിന്നിൻ്റെ ഭാഗം ഉണ്ടല്ലോ ശരിക്കും ഓവലായി പോയേക്കാം. അതായത് നല്ല ഫ്രീ പ്ലേ ആക്കണം. ആ പിന്നിനും തേമാനം വന്നിട്ടുണ്ട്, ഈ വീലിനും തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് ഈ വീലുകളൊക്കെ പഴയ തന്നെ യൂസ് ചെയ്യാം. പിന്നുകൾ മാത്രം മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നും അതിൻ്റെ ഓയിൽസീൽ ഓറിങ് അതിനോടനുബന്ധിച്ചുള്ള സാധനങ്ങൾക്ക് മാറ്റിയിട്ട് റീസെറ്റ് ആക്കി എടുക്കുക. കാരണം ഈ വീലിന് വില വരും. രണ്ട് വീൽ വരും ഏകദേശം നമുക്ക് 2000 രൂപ 2000 ചിലപ്പോൾ അതിന് മാത്രം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം വീല് തന്നെ യൂസ് ചെയ്യാം. ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് ആ പിന്ന് മാറ്റിയിടുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറേ കൂടി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ പിന്നും മാറ്റാം, അതിൻ്റെ ഓയിൽസീലും ഓറിങ്ങൊക്കെ മാറ്റിയിട്ട് ഗ്രീസ് ചെയ്തെടുക്കുക. അപ്പോൾ കുറേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ ചെയ്യാം. പിന്നെ അതിൻ്റെ ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെയും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിലൊക്കെ ലീക്കേജ് ആരംഭമാണ് ഇവിടെ പൊടി നനവോട് കൂടിയിട്ട് പൊടി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കൈയോടെ നമുക്കത് ക്ലീൻ ചെയ്തിട്ടേക്കാം. ക്ലീൻ ചെയ്ത് ഓയിൽസീൽ മാറ്റി റീസെറ്റ് ആക്കാം. പിന്നെ സെൽഫ് മോട്ടർ ഓൾറെഡി ഇതിനകത്ത് ഫ്രീ ആയിട്ട് വർക്ക്. കാരണം ബെൻഡെക്സ് കൂടി സീറ്റിൻ്റെ ഉള്ളിലിട്ടായിരുന്നു. ബെൻഡെക്സ് തുരുമ്പിട്ടിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ നിലവിൽ നിൽക്കണം കേട്ടോ. തന്നെയല്ല ബെൻഡെക്സ് പിടിപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു കപ്പൊക്കെ ഇട്ട് ടൈറ്റ് പിടിപ്പിക്കണം. ആ കപ്പൊന്നും ഇതിനകത്തില്ല. അപ്പോൾ അത് ബെൻഡെക്സ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. കാരണം ഇത് പ്രോപ്പറായിട്ട് വർക്കാവില്ല. ബെൻഡെക്സ് മാറ്റിയ കപ്പ് മാറ്റി സെറ്റ് ചെയ്ത് സെൽഫിൻ്റെ ദിവസം നമുക്ക് വർക്ക് ചെയ്യിക്കാവുന്നുള്ളൂ. പിന്നെ നിലവിൽ നമുക്ക് സെൽഫിൻ്റെ മോട്ടർ ഇപ്പോൾ വർക്കിംഗ് ആണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പുറമേ നിന്ന് അറിയാൻ പറ്റില്ല. കാരണം കാർബറേറ്റർ അല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ കാർബൺ ഉണ്ടല്ലോ, കാർബൺ തീരാറായിട്ടുണ്ടോ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് അഴിച്ചു നോക്കാണ്ട് പുറമേ നിന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴേ അതിന് വേണ്ടിയിട്ട് അഴിക്കണമെന്നൊന്നുമില്ല, മോട്ടർ അഴിക്കണമെന്നൊന്നുമില്ല. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എപ്പോഴാണ് കാണിക്കുന്നത് ആ സമയത്ത് അത് അഴിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ ബെൻഡെക്സ് യൂണിറ്റ് മാറ്റിയ കപ്പൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് വർക്കിംഗ് ആക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് നമ്മളിപ്പോൾ റെഡി ആക്കണമെന്നുണ്ടെങ്കിലും ഈ സെൽഫ് മോട്ടറിൻ്റെ ഉള്ളിലുള്ള കാർബൺ അത് ഓരോ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തേഞ്ഞ് പോകുന്ന കാർബണാണ്. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് എപ്പോഴും വന്നാൽ സെൽഫിൻ്റെ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാം കേട്ടോ. അതിൻ്റെയോ റിലേയുടെയോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വന്നെങ്കിൽ. അപ്പോൾ സെൽഫിൻ്റെ ഒരു പ്രോബ്ലം നമ്മളിപ്പോൾ ബെൻഡെക്സ് മാറ്റി ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള പാർട്സുകൾക്ക് ഡാമേജ് വന്നുകൂടായൊന്നുമില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ കാരണം കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഫ്ലോർ മൊത്തം തുരുമ്പിട്ട് പോയതാണ്. നമ്മൾ മാറ്റി പുതിയത് വെക്കണേസ് പറഞ്ഞിട്ടുണ്ട്, ഐറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ട്. അപ്പോൾ പുറമേ നിന്ന് നമുക്ക് വണ്ടി നിർത്തിയിട്ട് പെയിൻറ്റ് അടിക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ഉള്ളിലുള്ള ഈ തുരുമ്പൊക്കെ ഒന്ന് ചിരണ്ടി ക്ലീൻ ചെയ്തിട്ട് ഈ രീതിയിൽ തന്നെ നമുക്ക് ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ടച്ച് ചെയ്തിടാം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഉള്ളിലത്തെ പെയിൻറ്റ് ഇത് തുരുമ്പിട്ട് കാര്യമായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് പോകാതിരിക്കും. നമ്മൾ അഴിച്ചല്ലല്ലോ പെയിൻറ്റ് അടിക്കുന്നത്. അപ്പോൾ അഴിച്ച് പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ ഓൾറെഡി പെയിൻറ്റ് വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ അവരതൊക്കെ പെയിൻറ്റ് ചെയ്യും. നിർത്തി അടിക്കുമ്പോൾ ഉള്ളിലേക്ക് പെയിൻറ്റ് പോകില്ല. അപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങൾ ഓപ്പണായിട്ട് കഴുകുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്കൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് സംരക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ ബുഷ് സെറ്റുകൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. ഈ സൈഡ് ബുഷൊക്കെ ലിങ്കിൻ്റെ ബുഷൊക്കെ നല്ല ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. ഈ സൈഡ് നല്ല ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബുഷ് സെറ്റുകൾ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യാനായിട്ട്. ഫ്രണ്ടിലെ കുഷ്യൻ്റെയൊക്കെ ബുഷ് ഓൾറെഡി ഇല്ലതുമേ. കാരണം അത് പ്ലാസ്റ്റിക് പോലത്തെ സാധനം അതൊക്കെ പൊളിഞ്ഞ് പോയി അതിന് മേത്ത്. അപ്പോൾ ആ രണ്ട് ബുഷ് നമുക്ക് മാറ്റി റീസെറ്റ് ആക്കി ഇടണം. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ലൈനറൊന്നും അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷേ എന്നാൽ പോലും ഉപയോഗിക്കാനുണ്ട്.
അപ്പോൾ തൽക്കാലം നമുക്ക് ബ്രേക്ക് ലൈനർ തന്നെ മതി. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, കേബിളൊക്കെ ഓൾറെഡി വിട്ടെടുക്കണം. മീറ്റർ വർക്ക് ചെയ്യാൻ മീറ്റർ മെക്കാനിസം കംപ്ലൈൻറ്റ് സ്റ്റക്ക് ആയേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിനിയിപ്പോൾ പൈസ മുടക്കി ചെയ്യണമെന്നില്ല. മീറ്റർ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മീറ്റർ മെക്കാനിസം അസംബ്ലി പാടി മാറ്റിയതിന് ശേഷം വേണം നമ്മൾ കേബിളും ക്രൗണും പിന്നീനൊക്കെ റീസെറ്റ് ആക്കാനായിട്ട്. പിന്നെ ബ്രേക്കിൻ്റെ കേസ് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലൈൻ്റ് കേബിളുകളെല്ലാം തന്നെ മാറ്റണം. അതായത് ഫ്രണ്ടിലേക്ക് തന്നെ ഒരു കേബിൾ ഓൾറെഡി പൊട്ടിച്ച് കളഞ്ഞേക്കാണ്, മറ്റേ കേബിളും ടൈറ്റാണ്. അതേപോലെ ബാക്കിലേക്ക് പോകുന്ന ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ വലിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് കേബിൾ മാറ്റിയിടുന്ന കൂട്ടത്തിൽ നമുക്ക് ബ്രേക്കിൻ്റെ ലിവറും ഈ യോക്കും കൂടി മാറണം. യോക്ക് മാറേണ്ട വേറൊരു പ്രോബ്ലം കൂടി ഉണ്ട്. അതുകൂടെ ഈ ബ്രേക്കിൻ്റെ എല്ലാം അല്ലാതെ കൊണ്ട്, കാരണം ഇവിടെ മിറർ പിടിപ്പിക്കണം, സൈഡിലെ കണ്ണാടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ത്രെഡ് പോയിട്ട് ടൈറ്റായിട്ട് നിൽക്കാത്ത കണ്ടീഷൻ. അപ്പോൾ അഴിക്കുമ്പോൾ എന്തെങ്കിലും കൂട്ടത്തിൽ ഈ യൂണിറ്റും ബ്രേക്ക് ലിവറും കേബിളും കൂടി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഗം ഓക്കെ ആയി പോകും. പിന്നെ കോൺസെപ്റ്റൊക്കെ ചെറിയൊരു അടി ഉണ്ട് ഫ്രണ്ടിൽ, നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കതിന് മാറ്റാനുള്ള അങ്ങനത്തെ ഒരു പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് ബ്രേക്ക് ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ അതേപോലെ നമുക്ക് ബാറ്ററി ഇത് ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 12 വോൾട്ട് കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യും. ലോഡിലേക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 8.95 വരെ കാണിക്കുന്നു. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ ബാറ്ററിക്ക് അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് തോന്നണമെന്നില്ല. പിന്നെ ഇത് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ബെൻഡെക്സൊക്കെ വെച്ചിട്ട് സെൽഫൊക്കെ ലോഡ് ചെയ്ത് എടുക്കാൻ തുടങ്ങുമ്പോൾ എന്താവും അവസ്ഥ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. അത് നമുക്ക് നോക്കിയിട്ട് ചെയ്താൽ മതി. സാധാരണ രീതിയിൽ കംപ്ലൈൻറ്റ് വരാറില്ല. നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തിട്ട് നമ്മൾ ഈ കൂട്ടത്തിലൂടെ കയറ്റി വെച്ചേക്കാം. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാണിച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ദിവസം നമ്മൾ പറഞ്ഞു. കാരണം എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഏകദേശം ഒരു 8ൻ്റെ താഴെ 9ൻ്റെ താഴേക്ക് വോൾട്ട് വന്നിട്ടുണ്ട് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കംപ്ലയിൻറ്റ്സ് ഒരു പക്ഷേ വന്നുകൂടായില്ല. പിന്നെ ഈ ആക്സിലേറ്റർ കേബിൾ അതേപോലെ തന്നെ ഹാൻഡിലിൻ്റെ ഗ്രിപ്പ് ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതാണ്. സെല്ലിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പ്ലഗിൻ്റെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലഗും എയർ ഫിൽറ്റർ കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. പിന്നെ ഈ സൈഡിലുള്ള സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്പോഞ്ച് പോലത്തെ സാധനം മൊത്തം കുടിഞ്ഞ് പോയി, അത് ഇല്ലാതെ, കാരണം അത് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം വലിച്ച് കയറ്റി ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് വയ്ക്കണം. ഈ യൂണിറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനുശേഷം വേണം പുതിയത് വയ്ക്കാനായിട്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത്. പിന്നെ ബോഡി കവർ വരുന്നുണ്ട്, ഫ്ലോറിൻ്റെ റൈറ്റും ലെഫ്റ്റും കവറുകൾ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ കവറൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് കവർ. അതേപോലെ തന്നെ ഈ മീറ്ററിൻ്റെ ഈ തന്നെ കവറൊക്കെ ഇല്ലേ, ഇത് ഇവിടുത്തെ ഇന്നർ കവർ ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് മെയിൻ്റനൻസുകളുണ്ട്, അതായത് പാർട്സുകളാണ് നമുക്ക് കൂടുതൽ എമൗണ്ട് വരാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടാം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ പരമാവധി വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ ഈ ലേഡീസ് ഫുഡ് ഡ്രസ് കേസ് നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ. ഇതൊന്നും നിലവിലില്ല, വെക്കണമെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് ചോദിക്കാം അതിനകത്ത്. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പരമാവധി വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം നമുക്കൊരു ചൊവ്വാഴ്ച വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം. ഓക്കെ.